ഹായ് ഡിയർ, സ്കീം 2025 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണല്ലോ പ്രൊഫൈൽ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ മെമ്മോ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വിജ്ഞാപനം അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ എൻട്രൻസ് കമ്മീഷണർ പബ്ലിഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് അത് വായിച്ചു പോവുകയല്ല ചെയ്യണം. പ്രീവിയസ് ഇയറിൽ കുട്ടികൾക്ക് വന്നേക്കുന്ന ഡൗട്ടുകൾ മനസ്സിലിരുത്തി അല്ലെങ്കിൽ അവർ വരുത്തിയേക്കുന്ന മിസ്റ്റേക്കുകൾ മനസ്സിൽ വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും ഡൗട്ടുകൾ ക്ലിയർ ആവും. പക്ഷെ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ സമയം കുറവുണ്ടായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഗൈഡ് ചെയ്ത് നിങ്ങളെ കറക്റ്റായിട്ട് ഒരു എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളും സമയം കുറവുള്ളവരാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീണ്ടും വന്ന് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി വിജ്ഞാപനം പുറപ്പെടുവിച്ച സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ചോദിച്ച ഡൗട്ടുകൾ അതും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ പറയുന്നത് ഇൻകം സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അതൊന്ന് പറയാം ആദ്യം തന്നെ. അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് എന്നുള്ളതും നമുക്ക് പറയാം. അപ്പോൾ നോർമലി ഈ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അത് അഡ്മിഷനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾ കീം എൻട്രൻസ് എക്സാം യോഗ്യത നേടി റാങ്ക് ലിസ്റ്റിൽ വരുന്നതിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്ത ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി അതിൽ ജോയിൻ ചെയ്യുന്നതിനോ ഇൻകം സർട്ടിഫിക്കറ്റ് ഒരു തടസ്സമല്ല. മനസ്സിലായോ? അതില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള അഡ്മിഷൻ നമുക്ക് കിട്ടാതിരിക്കുകയൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ഫീ കൺസെഷൻ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്കോളർഷിപ്പുകൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ചില വിഭാഗങ്ങൾ SC ST OECയിലെ ചില വിഭാഗങ്ങൾക്കൊക്കെ ട്യൂഷൻ ഫീസ് ഒട്ടും തന്നെ കൊടുക്കണ്ട. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇൻകം വേണം. അതുപോലെ തന്നെ AICT, അതായത് ടെക്നിക്കൽ കോഴ്സുകളുടെ ഒരു ബോഡിയാണ്. നമ്മൾ AICTനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ AICT അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ AICT നമ്മൾക്കൊരു ട്യൂഷൻ ഫീ വേവിയർ സ്കീം അലോട്ട് ചെയ്യുന്നുണ്ട് എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ AICTയുടെ അംഗീകാരമുള്ള കോഴ്സുകൾക്ക്. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു ട്യൂഷൻ ഫീ വേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 4 വർഷവും ഒട്ടും ട്യൂഷൻ ഫീസ് കൊടുക്കണ്ട എന്നുള്ളതാണ്. വലിയ കാര്യമല്ലേ? അത് നമുക്ക് ഗവൺമെൻറ്റിലുണ്ട്, എയ്ഡഡിലും കിട്ടും, ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുണ്ട്. പക്ഷേ വൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സീഡ് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മളുടെ എല്ലാ വിഭാഗത്തിൽ വരുന്ന കോളേജുകളിലും ഇതുണ്ട്. നമ്മുടെ കീമിൻ്റെ റാങ്കും ഇൻകം കുറവും നോക്കിയിട്ടാണ്, അതായത് നല്ല റാങ്കും ഇൻകം കുറവും നോക്കിയിട്ടാണ് ഈ ഒരു സീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുവിധം നന്നായിട്ട് എഴുതിയേക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഇതിന് സാധ്യതയുണ്ട്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ഇതിന് സാധ്യതയുണ്ടല്ലോ. അത് ഏറ്റവും നന്നായിട്ട് എഴുതിയേക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഒരുവിധമൊക്കെ നന്നായിട്ട് എഴുതിയേക്കുന്ന കുട്ടികൾക്കും ഇതിന് ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കോളേജുകാർ ഇത് AICTയിലേക്ക് അയച്ച് അവിടെയുള്ള കുട്ടികൾക്കത് പാസ്സായി കിട്ടുകയാണ് ചെയ്യണത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ തന്നെ അതിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതായത് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് അലോട്ട്മെൻറ്റ് മെമ്മോ. അപ്പോൾ ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾക്ക് കാണിക്കും ഈ ട്യൂഷൻ ഫീ വേവിയർ ആണെങ്കിൽ FW എന്ന് അവിടെ കാണിച്ചിട്ടുണ്ടാവും, സി ടൈപ്പ്. അപ്പോൾ അതൊക്കെ നമ്മൾ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അതിൽ നിങ്ങളിപ്പോൾ കൺഫ്യൂഷനൊന്നും വിചാരിക്കേണ്ട, ഞാൻ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ FW എന്ന് കാണിച്ചേക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ട്യൂഷൻ ഫീസ് വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പെർസെൻറ്റേജ് ആ ഒരു ടൈമിൽ കെട്ടിയാൽ മതിയാവും എന്നുള്ളതാണ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചില കോളേജുകാർ ട്യൂഷൻ ഫീസിന് ഇത്ര എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ അതത് കോളേജായിട്ട് ആ സമയത്ത് കോൺടാക്റ്റ് ചെയ്യണം. സാധാരണ നോർമൽ കേസിൽ ട്യൂഷൻ ഫീസ് വേണ്ട എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ നിങ്ങളത് ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ്, ഇപ്പോൾ CET അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് ഗവൺമെൻറ് കോളേജുകൾ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ മാത്രമല്ല, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നിങ്ങൾക്ക് ഈ ഒരു ട്യൂഷൻ ഫീ വേവിയർ സ്കീമുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട, അത് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു FW സീറ്റ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആ ഒരു ടൈമിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. സോ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഒരു പാടുമില്ല. അക്ഷയയിൽ പോയി ചുമ്മാ എഡ്യൂക്കേഷൻ പർപ്പസിന്, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ 2 ദിവസത്തിന്, അതായത് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ നിങ്ങൾ ഒരു മിനിമം നിങ്ങളുടെ ഇൻകം കൊടുക്കുക. അപ്പോൾ പിന്നെ വലിയ അന്വേഷണത്തിനൊന്നും വരില്ല. നമുക്ക് 8 ലക്ഷത്തിന് താഴെയാണ് വരുമാനം പറയുന്നത്. അപ്പോൾ അത് അനുസരിച്ചിട്ട് നിങ്ങൾക്കുള്ള ഒരു ഇൻകം
കൊടുക്കുക. ഇയർലി 8 ലക്ഷത്തിൽ താഴെ വരുമാനം വരുമ്പോൾ ഒരു ഇൻകം ആണെങ്കിൽ, അല്ലാതെ ഏറ്റവും കുറഞ്ഞു കിടക്കുന്ന ആ ഒരു ഇൻകം ഒക്കെ വെച്ച് കൊടുക്കുമ്പോഴാണ് അതിന് അന്വേഷണത്തിന് വരവും. കാരണം വില്ലേജ് ഓഫീസർക്കും പണിയാണേ, നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇൻകം ഒക്കെ തന്നിട്ട് അതൊന്നും അല്ല നമ്മുടെ ഇൻകം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വില്ലേജ് ഓഫീസർമാർ ഭയങ്കരമായിട്ട് പിടിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. അക്ഷയ പോകുന്ന സമയമുള്ളൂ, അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇൻകം സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ OBC NCL ഉള്ളവരാണ്, നിങ്ങളുടെ NCL സർട്ടിഫിക്കറ്റിൽ ഇൻകം ഉണ്ടെങ്കിൽ അത് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് സ്ഥലത്തും അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് ഡിഫക്റ്റ് വന്നേക്കുന്നവരാണെങ്കിൽ അത് വീണ്ടും ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം. അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ട്. അതായത് എല്ലാവർക്കും നിർബന്ധമായിട്ട് കിട്ടണം എന്നല്ല, ബൈ ചാൻസ് നമുക്ക് ആ ഒരു ഗുണം കിട്ടാൻ നമുക്ക് അർഹത ഉണ്ടെങ്കിൽ, ഇൻകം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ട് അത് കിട്ടാതിരിക്കേണ്ടല്ലോ. സോ ട്രൈ ഇറ്റ്. നമ്മുടെ പാരൻസിനൊക്കെ വലിയൊരു റിലീഫല്ല ട്യൂഷൻ ഫീസൊക്കെ കുറച്ച് കിട്ടാമെന്നൊക്കെ പറയുന്നത്. നമ്മളെ കൊണ്ട് ആയ ഒരു സഹായം അവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ. സോ നമ്മൾ ഇത്രയേറെ അക്ഷയയിൽ പോയി ക്യൂ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെയിലത്ത് കൊണ്ടുവന്ന് പോകണമെന്നെങ്കിൽ അവർ ബുദ്ധിമുട്ടണം. അതിൻ്റെ പകുതി പോലും ബുദ്ധിമുട്ട് നമുക്കില്ലല്ലോ. സോ നമ്മളൊന്ന് ട്രൈ ചെയ്യുക. ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരൊക്കെ അത് വാങ്ങിച്ച് കൊടുക്കുക. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.